ഹലോ ഗൈസ്, നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പെട്ടെന്ന് വിചാരിച്ചതാണ്. നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാ, പോയാലോ? യെസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടാണ്. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറും ഇത്തയും കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മക്ക് പുറത്തത്തെ ഫുഡ് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജയ്യോനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജയ്യും ഫുഡ് കഴിക്കാൻ വിടില്ല, അതുകൊണ്ട് നമ്മൾ അവനെ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അവിടെ കുറേ സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫിഷും കാര്യങ്ങളും ഞണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടൽ മസാലയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ആളെണ്ണം കൂടുതൽ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ളത്, കാരണം അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്ന ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്, കാരണം പെട്ടെന്ന് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയൊരു ഫുഡ് കഴിക്കലായിരുന്നു. അപ്പോൾ സീറ്റ് കിട്ടാനും വൈകി. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അത്യാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ആ ഫുഡൊക്കെ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കിട്ടുമ്പോഴും ഫുഡ് വരുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതേ അവർ തുടച്ചു കൊടുത്ത പ്ലേറ്റ് ഒന്നും വൃത്തി പോരാന്ന് പറഞ്ഞിട്ട് ആളൊന്നും കൂടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടാണ്. അവരൊക്കെ ആകെ ടയേർഡായി. പിന്നെ നമ്മൾ കുറേ സെൽഫിയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ആ ഒരു ടൈം നമ്മളിങ്ങനെ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ ഫുഡ് എത്തിയിട്ടാണ്. ഫുഡ് എത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തി, അൽഫാം, കിഴിപ്പൊറാട്ട, ബ്രോസ്റ്റ്, ഇത്ര ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രോസ്റ്റ് വരാൻ കുറച്ചും കൂടെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റി, നല്ല യമ്മി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരുന്ന ഇതേ കിഴിപ്പൊറോട്ട മാത്രമാണ്. അതിന് അത്ര വല്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രോസ്റ്റും കൂടെ വന്ന ശേഷം ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എല്ലാവരെയും കുറച്ച് ഈച്ചെടുത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ ടേസ്റ്റ് നമ്മൾ നോക്കണമല്ലോ, അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാം എടുത്ത് തട്ടി. പിന്നെ ദേവൻ്റെ കഴിപ്പ് കണ്ടാൽ തോന്നുന്നു 10 ദിവസമായി ഫുഡ് കണ്ടിട്ടാണ്. പിന്നെ മെയിനായിട്ട് ബ്രോസ്റ്ററിൻ്റെ ആളാണ്, അതുകൊണ്ട് പിന്നെ അവൻ അത് വിട്ട് കളിക്കില്ല. പിന്നെ നോർമലി ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇഷ്ടമാണല്ലോ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും കൊടുത്ത് അവർക്ക് നേരാവണ്ണം ഇറങ്ങില്ല. അവർക്ക് ഫാസ്റ്റ് ഫുഡ് അത് തന്നെയാണ് എന്നും ഇഷ്ടം. പിന്നെ നമ്മളെ കാര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതേ ഒരു ഗ്ലാസ് 7-up അതും കൂടെ കുടിച്ചാൽ കിട്ടുന്ന ഫീലുണ്ട്, വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ടേബിളൊക്കെ അത്യാവശ്യം മെസ്സായി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിക്ക് ഒരു എൻഡിങ്ങൊക്കെ കൊടുത്ത് നിർത്താമെന്ന് വെച്ചപ്പോഴാണ് പെട്ടെന്നൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. സമയം 10:50 ഗൈസ്. മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ഡേ അവസാനിച്ചു.